എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ തള്ളി ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. കേരളത്തിൽ എയിംസ് വേണമെന്നാണ് ബി.ജെ.പി നിലപാട്. ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്നും എം ടി രമേശ് പറഞ്ഞു. തൃശൂരിലോ ആലപ്പുഴയിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന സുരേഷ് ഗോപിയുടെ നിലപാടല്ല ബി.ജെ.പിക്കെന്നും ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നു. വിവരങ്ങളുമായി സിജു കണ്ണൻ കാസർഗോഡും ചേരുകയാണ്. സിജു, സുരേഷ് ഗോപിക്ക് എയിംസ് വിഷയത്തിൽ പലയിടത്തെത്തുമ്പോൾ പല നിലപാടാണ്. തൃശ്ശൂരിൽ വേണമെന്ന് പറയുന്നു, അവിടെ നിന്ന് ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ അവിടെ സ്ഥാപിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പലയിടത്തും പലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ സുരേഷ് ഗോപിയെ തിരുത്തുകയാണോ? വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് രംഗത്ത് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ആദ്യം തൃശ്ശൂരിൽ വേണമെന്ന് പറയുന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാട്. പിന്നീട് ആലപ്പുഴയിലേക്ക് വേണമെന്ന് പറഞ്ഞു. അവിടെയും ഇല്ലെങ്കിൽ കേരളത്തിൽ വേണ്ട എന്നൊരു നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത്. ഇതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ എം ടി രമേശ് രംഗത്ത് വരുന്നത്. കേരളത്തിൽ എയിംസ് വേണമെന്ന നിലപാടാണ് ബി.ജെ.പിക്കുള്ളത്. അത് ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂരിലോ ആലപ്പുഴയിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്നത് സുരേഷ് ഗോപിയുടെ നിലപാട് ശരിയല്ല. ഇത്തരത്തിലുള്ള നിലപാട് ബി.ജെ.പിക്ക് ഇല്ല എന്നാണ് എം ടി രമേശ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കാസർഗോഡ് ബി.ജെ.പി ജില്ലാ നേതൃത്വവും സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതേസമയത്ത് തന്നെ എയിംസുമായി ബന്ധപ്പെട്ട് പല ജില്ലാ കമ്മിറ്റികൾ, ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റികൾ അവരവരുടെ ജില്ലകളിൽ വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാസർഗോഡ് സ്ഥാപിക്കണമെന്നൊരു നിലപാടാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടേത്. അതേസമയം തന്നെ തിരുവനന്തപുരം ബി.ജെ.പി ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്ത് വേണമെന്ന ഒരു നിലപാട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആലോചനയുമില്ലാതെ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ബി.ജെ.പി നേതൃത്വത്തിന് വല്ലാതെ തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നല്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും സുരേഷ് ഗോപി സ്വീകരിക്കുന്ന നിലപാടുകൾ ബി.ജെ.പിക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തിരുത്തിക്കൊണ്ട് നേതാക്കൾക്ക് തന്നെ രംഗത്ത് വരേണ്ടി വരുന്നത്, ജില്ലാ കമ്മിറ്റികൾക്ക് തന്നെ രംഗത്ത് വരേണ്ടി വരുന്നത്. ശരി സിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സുരേഷ് ഗോപിയെ തിരുത്തുകയാണ് ബി.ജെ.പി നേതൃത്വം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പരാതികളുമൊക്കെയായി എത്തുന്നവരോട് മാന്യമായി പെരുമാറണം എന്ന നിലപാട് സുരേഷ് ഗോപിക്കെതിരെ നേതൃത്വം സ്വീകരിക്കുന്നത്. ഇപ്പോഴിതാ ഈ എയിംസ് വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ അങ്ങനെ ഒരു നിലപാട് സംസ്ഥാന ബി.ജെ.പിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പറയേണ്ട ഒരു ഗതികേടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്ന സാഹചര്യവും നമ്മൾ കണ്ടത്. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.